എന്തിനാ ഷൗക്കത്ത് ഇങ്ങനെ ഭയപ്പെടുന്നത്? എങ്ങോട്ടേക്കായി പോകുന്നു? 75,000 വോട്ടിന് നിങ്ങൾ എഴുതി വെച്ചോ. ട്രോളിക്കുന്നവർക്ക് ട്രോളാം, ചിന്തിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. 75 വോട്ടിന് അവിടെ PV അൻവർ വിജയിച്ച് കയറും. 75,000 വോട്ട് അൻവർ പിടിക്കും. അത് അൻവറിന്റെ വോട്ടല്ല, ജനങ്ങളെ വോട്ടാണ്. സോറി, 75,000 വോട്ടിന്റെ ഭൂരിപക്ഷം 30,000 പ്ലസ് 70, അറൗണ്ട് 70,000 to 75,000 വോട്ട്. കാരണം അത് അതിന് കൃത്യമായ കണക്കാണ്. അവിടെ CPM-നെ സംബന്ധിച്ച് 75,000 വോട്ട് പിടിക്കും. അതായത് പ്രിയങ്ക ഗാന്ധി പിടിച്ച 97,000 വോട്ടാണ്. അതിൽ നിന്ന് 1,000-ഓ 2,000-ഓ വോട്ടിന്റെ കുറവുടെ ഉണ്ടാവും. 50,000 ഫ്ലോട്ടിംഗ് വോട്ടുള്ള മണ്ഡലമാണ് നിലമ്പൂർ. CPM-ന് കിട്ടിയ വോട്ട് ഈ പറയുന്ന എന്താണ്? 29,900 ചില്ലാനും വോട്ടാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അത് തന്നെയാണ് ഏകദേശം എന്താ പറയുക ലീഗിന്റെ വോട്ട്, ഉറച്ച വോട്ട് എന്ന് പറയുന്നത് 30,000 35,000. കോൺഗ്രസിന്റെ വോട്ട് എന്ന് പറയുന്നത് 40,000 to 45,000 ആണ് ആ മണ്ഡലത്തിൽ ഉറച്ച വോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലീഗും കോൺഗ്രസും കൂടി ചേരുമ്പോഴാണ് ഈ പറയുന്ന 70,000 to 80,000 വോട്ട് വരുന്നത്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് വോട്ടിൽ 100% വോട്ട് കിട്ടും. മറുഭാഗത്തു നിന്ന് ഘടകകക്ഷികളിൽ നിന്ന് ഈ പറയുന്ന 15-20% വോട്ട് വരും. ആ വോട്ട് വരുമ്പോൾ ഏകദേശം 1,00,000 വോട്ട് PV അൻവറിന് നേടിയിരിക്കും. നിങ്ങൾക്ക് എനിക്ക് ഭ്രാന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം, നിങ്ങളിത് അറിയുന്നില്ല. ആ മണ്ഡലത്തിലൂടെ ഈ 2 ദിവസം നടന്നു പോയപ്പോൾ ഞാൻ ആ ഒരു 25,000 വോട്ട് എന്നും എനിക്കറിയാം അവിടെ ഉണ്ട്. ഇതൊന്നുമില്ലാത്ത 2014 പാർലമെന്റിലാകെ 13 ദിവസമാണ് ഉണ്ടായിരുന്നത്. അന്ന് ആ മണ്ഡലത്തിലൂടെ ഒരു ജീപ്പിന്റെ മുഖത്ത് കയറി ഇങ്ങനെ പോയിട്ട് അന്ന് 8,900 വോട്ട് കിട്ടിയവനാ PV അൻവർ. അത് കഴിഞ്ഞ് 9 കൊല്ലമായി അവരുടെ കൂടെ കിടന്നുറങ്ങിയവനാ. എൻ്റെ വിയർപ്പിൻ്റെ മണമറിയുന്ന, എൻ്റെ മനസ്സിൻ്റെ കണ്ണറിയുന്നവരാണ് ആ നാട്ടിലെ ജനങ്ങൾ. ഞാൻ അവിടെ ഒരു അധികാര പ്രയോഗം നടത്തിയിട്ടില്ല. ഞാൻ ആ ജനങ്ങളെ കൂടെ യാത്ര ചെയ്യായിരുന്നു. അതവർക്കറിയാം. അവരുടെ എല്ലാ ദുരന്തങ്ങളിലും പാവപ്പെട്ട വയനാട്ടിലെ ഈ സാധുക്കൾ ഈ കഷ്ടപ്പെടുമ്പം ഇവിടെ മരിച്ചു വീണ ഒരു വീട് പോയവർക്കും സർക്കാരിൻ്റെ വാങ്ങി പോക്കറ്റ് മണി ആക്കി കൊടുത്ത് ജനങ്ങളോട് നിന്ന് പിരിവ് വാങ്ങി അവർക്ക് ഭൂമിയും സ്ഥലവും വീടുണ്ടാക്കി കൊടുത്ത് എന്തുകൊണ്ടാണ് അറിയാം നിങ്ങൾ? ആ കവളപ്പാറയിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർ ഇപ്പോൾ ഈ 500, 600, 700 സ്ക്വയർ ഫീറ്റിൽ താമസിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്നത് 1000, 1,500 സ്ക്വയർ ഫീറ്റിൽ വീട്ടിൽ 1 ഏക്കറും 1/2 ഏക്കർ സ്ഥലത്ത് സുഖമായിട്ട് ജീവിച്ചിരുന്ന ആളുകളാണ്. ആ മനുഷ്യരെ പിന്നെ നമ്മൾ കോഴിക്കൂട്ടിലേക്കാണ് തള്ളുന്നത്. ഇപ്പം 30 ലക്ഷം വെച്ചിട്ട് ആ ഊരാളുകളിന് കരാർ കൊടുത്ത് ജനങ്ങളെ ശബ്ദം ഉണ്ടാക്കിയപ്പം 20 ലക്ഷം ആക്കിയ ഒരു വീടിന്. അപ്പം നിങ്ങൾ വേറെ എവിടെയും പോവുകയാണെങ്കിൽ 15 ലക്ഷം കൊടുക്കുള്ളൂ. 1.25 കോടി കൊടുക്കുക. ഞങ്ങൾക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ പോയിക്ക് 15 ലക്ഷം കൊടുക്കുള്ളൂ. പച്ച മനുഷ്യനെ പിച്ച് ചീന്തി മരിച്ചു പോയവരുടെ രക്തം കുടിക്കുക ഈ വഞ്ചകൻ. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ. നീ ജനങ്ങളെ ആലോചിച്ചോട്ടെ.